ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 18. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് PDRA മാട്രിക്സിലെ ഓൾഡ് ഹൈയും ഓൾഡ് ലോയിനെ കുറിച്ചുമാണ്. ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം അറേസിൽ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PDRAs യൂസ് ചെയ്യുന്നത്. ഈ PDRAയിലാണ് ഓൾഡ് ഹൈയും ഓൾഡ് ലോയും വരുന്നത്. ഓൾഡ് ലോയും ഓൾഡ് ഹൈയും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എൻട്രി മെത്തേഡാണ്. എങ്ങനെയാണ് മാർക്കറ്റിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുക എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിളായിട്ട് മാർക്കറ്റ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് അപ്സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യുന്നു, അപ്സൈഡിലേക്ക് വീണ്ടും ബൈ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അതിനുശേഷം മാർക്കറ്റ് റിവേഴ്സ് വരികയാണ് ചെയ്യുന്നത്. ഈ സിനാരിയിൽ നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം റേസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വിംഗ് ലോ തൊട്ട് സ്വിംഗ് ഹൈ വരെയാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡിസ്കൗണ്ടിൻ്റെ താഴെയുള്ള ഏരിയാസിൽ PDRAസിലായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ? നമ്മൾ ഇങ്ങനെയുള്ള സിനാരിയോയിൽ സ്വിംഗ് ലോസ് വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്വിംഗ് ലോൻ്റെ താഴെ ധാരാളം ലിക്വിഡിറ്റി അവൈലബിൾ ആയിട്ട് ഉണ്ടാവും. എക്സാമ്പിളായിട്ട് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകുന്ന സമയത്ത് ധാരാളം ആൾക്കാർ ബൈ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഇവിടുന്ന് ബൈ ചെയ്തവരും ഇവിടുന്ന് ബൈ ചെയ്തവരെല്ലാ ആൾക്കാരും സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട് ഇങ്ങനെയുള്ള സ്വിംഗ് ലോൻ്റെ താഴെ ആയിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇവരെ എല്ലാവരും സ്റ്റോപ്പ് ലോസ് അടിക്കുകയും അതേപോലെ തന്നെ പുതുതായിട്ട് സെല്ലേഴ്സ് മാർക്കറ്റിലേക്ക് ഇൻവൈറ്റ് ആണ് ചെയ്യുക. ഒരു സപ്പോർട്ട് ലെവലായിട്ടായിരിക്കും റീറ്റെയിലേഴ്സ് ഈ ഒരു ഏരിയ കാണുന്നുണ്ടാകുക. മാർക്കറ്റ് ഈ ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സെല്ലേഴ്സ് ആഡ് ആവുകയും മാർക്കറ്റിൽ കൂടുതൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുക. ഈ സമയത്ത് മാർക്കറ്റ് വീണ്ടും ഇവിടുന്ന് ഡിസ്കൗണ്ട് റേറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം അപ്സൈഡിലേക്ക് ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാനാണ് പോസിബിലിറ്റി ഉണ്ടാകുക, അതായത് പ്രോബിലിറ്റി കൂടുതൽ ഉണ്ടാകുക. ഇങ്ങനെ ലിക്വിഡിറ്റി എടുത്തുള്ള ഒരു ഏരിയ, അതായത് ഒരു ഓൾഡ് ഹൈയും ഓൾഡ് ലോയും നമ്മൾ പറയുന്നത് സെൽ സൈഡ് ലിക്വിഡിറ്റി ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. ഇങ്ങനെയുള്ള ഓൾഡ് ലോയെ നമ്മൾ സെൽ സൈഡ് ലിക്വിഡിറ്റി പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്യുന്നുണ്ടാകുക. SSL എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് ഇതിനെ മാർക്ക് ചെയ്യുന്നുണ്ടാകുക, സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇങ്ങനെ അപ്സൈഡിലേക്കുള്ള ലിക്വിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഓൾഡ് ഹൈൻ്റെ മുകളിലും ധാരാളം ലിക്വിഡിറ്റി അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ഓൾഡ് ഹൈൻ്റെ മുകളിലുള്ള ലിക്വിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇതിനെ ബൈ സൈഡ് ലിക്വിഡിറ്റി BSL എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ഇങ്ങനെയുള്ള സിനാരിയോയിൽ എങ്ങനെ എൻ്റർ ചെയ്യാം, ഷോർട്ടർ ടൈം ഫ്രെയിമിൽ പോയിട്ട് എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു 1 hour ടൈം ഫ്രെയിം ആണെന്ന് എക്സ്പെക്ട് ചെയ്യാം. 1 hour ടൈം ഫ്രെയിം ആണെന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇത് നമ്മളൊരു 5 minutesലേക്ക് വരുന്ന സമയത്ത് 5 minute TF, ഓക്കെ, 5 minute ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന പ്രൈസ് ആക്ഷൻ നമുക്ക് കുറച്ചും കൂടി ഷോർട്ട് ടൈം ആയിട്ട് നോക്കാം. പ്രൈസ് ഇവിടെയും നമുക്ക് കാണുന്ന പോലെ തന്നെ, ഇവിടെ സംഭവിച്ചിട്ടുള്ള പോലെ തന്നെ ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യലാണെന്ന് വിചാരിക്കാം. ഈ ഒരു സമയത്ത് ധാരാളം സെല്ലേഴ്സ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യും. അതേപോലെ കുറേ ആൾക്കാർ സ്റ്റോപ്പ് ലോസ് എല്ലാം സപ്പോർട്ട് ലെവലായതുകൊണ്ട് തന്നെ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് സഡൻ ആയിട്ട് ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഓർഡർ ബ്ലോക്കോ ഫെയർ വാല്യൂ ഗ്യാപ്പോ ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ലിക്വിഡിറ്റി വരെ നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് ഇമ്പൾസീവായിട്ട് മൂവ്മെൻറ്റ് വന്ന ഏരിയയിൽ ഫെയർ വാല്യൂ ഗ്യാപ്പോ ഓർഡർ ബ്ലോക്കോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കൺഫ്ലുവൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റർ നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഓൾഡ് ലോ നമ്മൾ പറഞ്ഞു സ്വീപ്പ് ചെയ്യുന്നത്, ഈ ഓൾഡ് ലോൻ്റെ താഴെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പോ അതേപോലെ തന്നെ ഒരു ഓർഡർ ബ്ലോക്കോ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൺഫ്ലുവൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഒരു ഹൈ പ്രോബിലിറ്റി എൻട്രി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലിയർ? ഇപ്പോൾ ഒരു 1 hour ടൈം ഫ്രെയിമിലാണ് ഇങ്ങനെ ഒരു സ്വീപ്പ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 5 minute ടൈം ഫ്രെയിം ചേഞ്ച് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു എൻട്രി നോക്കാൻ പറ്റുന്നതാണ്. ഒരിക്കലും ഡയറക്റ്റായിട്ട് പോയിട്ട് എൻട്രി എടുക്കരുത്. എൻട്രി എടുത്താൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. ICTയുടെ മോഡൽസിലേക്ക് വരുന്ന സമയത്ത് ടേർട്ടിൽ സ്വീപ്പ് പോലത്തുള്ള എൻട്രി മോഡൽസ് ഉണ്ട്. അത് അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. ഇനി നമുക്കൊരു സെൽ സിനാരിയോയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ എൻട്രി ചെയ്യാൻ നോക്കാം. മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുത്താണ്. ഓക്കെ, വീണ്ടും ഒരു റിവേഴ്സൽ ക്രിയേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫിബ് ടൂൾ യൂസ് ചെയ്യും. ഹൈ തൊട്ട് ലോ വരെ നമ്മൾ യൂസ് ചെയ്യും. 50% മുകളിൽ പോക്കാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രീമിയം ഏരിയ എന്ന് ഷോർട്ട് ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുന്നുണ്ടാവുക. ഇവിടെ നമ്മളൊരു ഓൾഡ് ഹൈ, അതായത് ഡൗൺ സൈഡിലേക്ക് വരുന്നത് ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഡൗൺ സൈഡ് വന്നത്. ഈ ഒരു ഏരിയയിൽ ധാരാളം സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. സെല് ചെയ്ത ആൾക്കാരെല്ലാം സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട് ഇങ്ങനെയുള്ള സ്വിംഗ് ഹൈൻ്റെ മുകളിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാകുക.
വീണ്ടും മാർക്കറ്റ് വന്നിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്ന് റെസിസ്റ്റൻസ് പോലെ ആക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുന്ന ധാരാളം സെല്ലേഴ്സ് വീണ്ടും ആഡ് ചെയ്യും. പക്ഷേ സഡനായിട്ട് വന്നിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം മാർക്കറ്റിലൊരു ഷിഫ്റ്റ് സംഭവിച്ചതിന് ശേഷം വീണ്ടും ഡൗൺ സൈഡിലേക്ക് പോകാനാണ് പ്രോബിലിറ്റി ഉണ്ടാകുക. ഇങ്ങനെ ക്രിയേറ്റ് ആകുന്ന ഒരു ഹൈയെ നമ്മൾ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്നാണ് പറയുക. DSL എന്ന് മറ്റായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടാകുക. ക്ലിയർ? ഒരു ഹയർ ടൈം ഫ്രെയിമിലേക്ക് വന്നതിന് ശേഷം ഇതൊരു 1 hour ടൈം ഫ്രെയിമാണ്. ഏതൊരു ടൈം ഫ്രെയിമും എടുക്കാം. നമുക്ക് ഷോർട്ട് ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് വന്നിട്ടും ഇങ്ങനെ ഒരു സ്വീപ്പ് കിട്ടലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി മോഡൽ നോക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം അറേസിൽ ഇങ്ങനെയുള്ളൊരു എൻട്രി എങ്ങനെ എടുക്കാന്നുള്ളൊരു മോഡലാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു 1 hour ടൈം ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നു, റിവേഴ്സലായിട്ട് വീണ്ടും ഒരു എക്സ്പെൻസീവ് ലെവലിലേക്ക് വരുന്ന സമയത്ത്, പ്രീമിയം ലെവൽസിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാൻ വേണ്ടിയിട്ട് ഓൾഡ് ഹൈ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് മാർക്കറ്റിലേക്ക് പോയിട്ട് എങ്ങനെ ഒരു ഓൾഡ് ഹൈയും ഓൾഡ് ലോയും യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്കിനി ഒരു 1 hour ചാർട്ടിലേക്ക് പോയിട്ട് കുറച്ച് കൺഫ്ലുവൻസും കാര്യങ്ങളും നോക്കാം. 1 hour ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലെവൽസ് ആയിരുന്നു ഈ ഹൈ തൊട്ട് ഈ ലോ വരെ. ഇതിൻ്റെ ഒരു 50% ഏരിയ എത്തുന്ന സമയത്ത് നമുക്ക് ട്രേഡ് എടുക്കാമെന്നുള്ള പ്ലാനും കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 50% ഏരിയ എത്തുന്ന സമയത്ത് നമുക്കൊരു കൺഫ്ലുവൻസ് ആയിട്ട് ഒരു FEGയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്ന് മാർക്ക് ചെയ്യാം. 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ഒരു ഏരിയയിൽ 1 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മൈനസ് ഫെയർ വാല്യൂ ഗ്യാപ്പ് 1 hour. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു സിങ് ഹൈ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു സിങ് ഹൈ ഉണ്ട്. അതിന് ശേഷമായിരുന്നു ഡൗൺ സൈഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സിങ് ഹൈ ഉണ്ട്. 50% ഏരിയ എത്തുന്നതിന് മുമ്പായിരുന്നു ഈ സിങ് ഹൈ ഉണ്ടായിരുന്നത്. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നോക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഏരിയ നമുക്ക് ബൈ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. BSL എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോകാം. 5 minutes ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ആയ ഒരു ബ്രേക്കൗട്ട് ട്രേഡേഴ്സിനെല്ലാം ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് MSS നമുക്ക് മാർക്ക് ചെയ്യാം. ആ ലോയെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, അത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു 50% ഏരിയയിലേക്ക് വരുത്താണ്, അതായത് ഇതിൻ്റെയും ഒരു എക്സ്പെൻസീവ് ലെവലിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ ഒരു 50% മോഡിലോട്ടേക്ക് വരുത്താണെങ്കിൽ ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിന്ന് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നെല്ലാമായിട്ട് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 50% ഏരിയ എത്തുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഒരു ഏരിയ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, 50% ഏരിയ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഇവിടെ മാർക്കറ്റ് വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യണമെന്നില്ല. 5 minutes വീണ്ടും നമുക്കൊരു കൺഫർമേഷന് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വീണ്ടും സ്മോൾ ടൈം ഫ്രെയിമിൽ 5 minutes തന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒരു കൺഫർമേഷൻ എടുക്കാം. അതിനുശേഷം അടുത്ത് വരുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ഒരു FEGന്ന് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്ന് എൻട്രി ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി വരെ നോക്കാൻ പറ്റുന്നതാണ്. ഇവിടെ എൻട്രി ചെയ്യാനും സ്റ്റോപ്പ് ലോസ് സിങ് ഹൈ വരെ നോക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു 50% ലെവലിന് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% ഏരിയ നമുക്ക് എൻട്രി ചെയ്യാനും നെക്സ്റ്റ് ലിക്വിഡിറ്റി നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി വരെ നമുക്ക് ടാർഗറ്റായിട്ട് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് വീണ്ടും ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി വരെ നോക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അപ്പ് സൈഡിലേക്ക് മൊമെൻറ്റം വന്നിട്ടുള്ളൊരു 50% ഏരിയ അല്ലെങ്കിൽ അടുത്തൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി വരെ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ടുണ്ടാകുക. ഓക്കെ, നമുക്ക് നല്ലൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറൊരു ഉദാഹരണം കൂടി 1 hour ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നോക്കാം. നമുക്ക് ഈ ഒരു ഏരിയ എടുക്കുന്ന സമയത്ത്
ഇവിടെ നമുക്കൊരു സിംഗ്ലോ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു ഹൈ തൊട്ട് നമുക്കൊരു പ്രീമിയം ഡിസ്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ലോ എടുത്തിട്ട് ഈ ഒരു ഹൈ വരെ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ ഒരു സിംഗ്ലോ ഉണ്ട്, നമുക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ല നോക്കാം. ഇവിടെ ഹൈ പോയി, അതിനുശേഷം വീണ്ടും ഒരു സിംഗ്ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിംഗ്ലോ എടുത്തതിന് ശേഷമായിരുന്നു മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ കൺഫ്ലുവൻസും കിട്ടിയിട്ടുണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കൺഫ്ലുവൻസും കൂടി കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, നമുക്ക് പ്ലസ് OB എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി ഉണ്ടായിരുന്നു. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, പ്ലസ് FEG 1 hour ടൈം ഫ്രെയിം 1H എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. കളറും കൂടി ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ബ്ലൂ ആക്കാം. അതിനുശേഷം നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഇവിടെ ഫൈനാൻസിൻ്റെ ചാർട്ട് കിട്ടുമെന്ന് അറിയില്ല, എൻ്റെ പ്രീമിയം ചാർട്ടല്ല യൂസ് ചെയ്യുന്നത്. കിട്ടും. എന്തായാലും നമുക്ക് അവിടെ നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നില്ല. നമുക്ക് ആ ഒരു ലെവൽസിലേക്ക് അലോ ചെയ്യുന്നില്ല. ഞാൻ ഫ്രീ ആണ് യൂസ് ചെയ്യുന്ന ട്രേഡിങ്. 5000 ബാറ്റ്സ് വരെ എനിക്ക് അലവായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 1 hourലേക്ക് നോക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ലോ സ്വീപ്പ് ചെയ്യുന്നു. അതിന് ശേഷം ഒരു പ്ലസ് OB എടുക്കുന്നു. ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പിന് ടാപ്പ് ചെയ്തതിന് ശേഷം അപ്പ് സൈഡിലേക്കൊരു റാലിയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയാസിൽ എൻ്റർ ചെയ്യാനും സിംഗ്ലോൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കാനും പറ്റുന്നതാണ്. സ്മോൾ ടൈം ഫ്രെയിമിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺഫർമേഷൻ, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് ശേഷം നമുക്ക് 5 minutesലോ 3 minutesലായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം. 1 hour തന്നെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നമുക്കൊരു ഈ ഒരു ലോ എടുത്തിട്ട് ഈ ഒരു ഹൈ വരെ നോക്കാം. ഈ ഒരു ലോ നമുക്ക് സിംഗ്ലോ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെയും സിംഗ്ലോ ഉണ്ട്. ഞാനിവിടെ സിംഗ്ലോ ഒക്കെ മാർക്ക് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ ദൂരം ഡൗൺ സൈഡിലേക്ക് ഉള്ളതുകൊണ്ടാണ്. നമുക്ക് ഈ ഒരു സിംഗ്ലോ നമുക്ക് നല്ല രീതിയിൽ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് വേറൊരു കൺഫ്ലുവൻസും കൂടി കാണാൻ പറ്റിയ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് 1 hour ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ആയിട്ട് നോക്കിയിട്ട് ഈ ഒരു ലെവൽസിന് വേണമെങ്കിൽ ഡയറക്റ്റ് എൻട്രി അല്ലെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് എൻട്രി വന്നിട്ട് നോക്കിയതിന് ശേഷം എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. വീണ്ടും ഈ ഏരിയാസിലേക്ക് വന്ന് വീണ്ടും ഒരു ടാപ്പ് ചെയ്തതിന് ശേഷമാണ് അപ്പ് സൈഡിലേക്ക് പോയിട്ടുള്ളത്. നമുക്കിങ്ങനെ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് വരെ മാർക്ക് ചെയ്തിട്ട് ഓൾഡ് ലോയും അതേപോലെ തന്നെ ഓൾഡ് ഹൈ എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം അത് സ്വീപ്പ് ചെയ്തതിന് ശേഷം സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എൻട്രിയോ വേറെ കൺഫ്ലുവൻസോ കാര്യങ്ങൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ വേറെ കൺഫ്ലുവൻസിൻ്റെ ബേസിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. സ്മോൾ ടൈം ഫ്രെയിമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ കണ്ട പോലെ തന്നെ ഒരു 5 minutesലേക്ക് വന്നിട്ട് വീണ്ടും ഒരു ഷിഫ്റ്റ് കിട്ടിയതിന് ശേഷം കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും വെച്ചിട്ട് നമുക്കൊരു നല്ല റിസ്ക് റിവാർഡിൽ ട്രേഡിങ് കാര്യങ്ങളും പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അങ്ങോട്ടേക്കുള്ള വീഡിയോസിൽ ICT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാകാം. വളരെ ഈസി ആയിട്ട് ICT പഠിക്കാൻ വേണ്ടിയിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്